അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ജിന്നുകൾക്കും മനുഷ്യർക്കും മുന്നേ ജീവിച്ചിരുന്ന ഒരു പുരാതന ജീവികളെ കുറിച്ചിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. ഹിന്നിഹിം എന്നതാണ് ഈ ഒരു സമൂഹത്തിൻ്റെ പേര്. ഇപ്പോൾ മനുഷ്യ സമൂഹം, ജിന്ന് സമൂഹം എന്ന് പറയുന്ന പോലെ ഹിന്നിഹിം എന്നാണ് ആ സമൂഹത്തിൻ്റെ പേര്. ഹിന്നിഹിം എന്നത് ഇസ്ലാമിക പാരമ്പര്യങ്ങളിലും ചില അറബിക് ഇസ്ലാമിക് ഗ്രന്ഥങ്ങളിലും കാണുന്ന ജിന്നുകളോട് സാമ്യമുള്ള പുരാതന ജീവികൾ എന്ന ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കമായി പറഞ്ഞാൽ ഹിന്നിഹിം എന്നിവയെ ചില പണ്ഡിതന്മാർ ജിന്നുകൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന സൃഷ്ടികളായി വിവരിക്കുന്നു. ഇവരും അദൃശ്യ ജീവികളാണ്. ഇവരും ജിന്നുകളെ പോലെ അദൃശ്യമായി ജീവിക്കുന്ന ജീവികളാണ്. എന്നാൽ ജിന്നുകളെക്കാൾ കൂടുതൽ ക്രൂരരും അക്രമ സ്വഭാവമുള്ളവരുമായിരുന്നു ജിന്നിഹിം. ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അതുകൊണ്ടാണ് പിന്നീട് അള്ളാഹു ജിന്നുകളെ സൃഷ്ടിച്ച് ഹിന്നിഹിം എന്നിവരെ നശിപ്പിച്ചത് എന്ന് പറയുന്ന ചില കഥകളുണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് അറിയില്ല. എന്നാൽ പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിൽ ഹിന്നിഹിം എന്ന പേര് പരാമർശിച്ചിട്ടില്ല. അങ്ങനെ ഒരു പേര് വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ചില പണ്ഡിതന്മാർ പറയുന്നത് ഇത് ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം തന്നെ ആയിരുന്നു. ആ ഒരു സമൂഹത്തിൻ്റെ പേരാണ് ഹിന്നിഹിം എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമൂഹം അക്രമങ്ങൾ കൊണ്ടും അനീതി കൊണ്ടും മുന്നിട്ടപ്പോൾ ആ വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചതാണെന്നും പറയുന്നുണ്ട്. ഇപ്പം മനുഷ്യരിൽ തന്നെ മുൻകാലങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ശക്തരായും അക്രമ സ്വഭാവമുള്ള സമൂഹം ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമൂഹത്തേക്ക് അവരുടെ അക്രമം അധികരിച്ചപ്പോൾ, അവർ ഭൂമിയിൽ ഫിത്നകൾ ഉണ്ടാക്കിയപ്പോൾ അള്ളാഹു ആ സമൂഹങ്ങളെ നശിപ്പിച്ചു. എന്നതുപോലെ ജിന്നുകളിൽപ്പെട്ട ചിലപ്പോൾ ഒരു വിഭാഗമായിരിക്കാം ഈ ഒരു ഹിന്നിഹിം എന്ന് പറയുന്ന വിഭാഗം. അതല്ലെങ്കിൽ ജിന്നുകൾക്ക് മുമ്പേ സൃഷ്ടിച്ച മറ്റൊരു വിഭാഗമായിരിക്കാം. ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ജിന്നുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു സഹോദരൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അത് മാത്രമല്ല, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡാറ്റകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.